ഇന്ന് നമുക്കൊരു ഈസി വാനില പൗണ്ട് കേക്ക് ഉണ്ടാക്കാം. നല്ല എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മന്ന കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് നമുക്ക് ഒരു 1/3 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതും 1/3 കപ്പ് പാലും വേണം. ഈ ബട്ടറും പാലും കൂടെ ഒരു പാത്രത്തിലേക്ക് രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഒരരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുവാണ്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർ ഇതുപോലത്തെ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഞാൻ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് മുട്ട നല്ല ഫ്ലഫി ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. മുട്ട ആദ്യമേ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര 2-3 പാർട്ടായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ ബീറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറിൻ്റെയും പാലിൻ്റെയും കൂടി ആ മിക്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ബട്ടറിൻ്റെയും പാലിൻ്റെയും ആ ഒരു മിക്സ് അങ്ങനെ മുഴുവനും ചേർത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് ടിന്നിൽ മൈദയിട്ട് തട്ടി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പും കൂടി ചെയ്ത് കൊടുക്കണം. നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം പുറത്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് തണുത്ത് വന്നു. ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പൗണ്ട് കേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും അതോടൊപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. വേറൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.